മേനക സുരേഷ് ഏട്ടൻ എന്ന് പറയാറില്ലേ? ഞാൻ മേനക സുരേഷ് ഇങ്ങനെ പറഞ്ഞു പൊലിപ്പിച്ചോണ്ട് വരുമല്ലായിരുന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു. എസ്കോട്ട് വരാറുണ്ടോ അദ്ദേഹം? ഇല്ല ഇല്ല. എന്ത് മനുഷ്യനാ അത്? എത്രത്തോളം തനിച്ചു പോകുന്നു അത്രത്തോളം ഹാപ്പിയാണ്. എനിക്കല്ല, അദ്ദേഹത്തിന് അല്ലേ? നമ്മൾ ശ്രമിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും കൂടെ വാ എന്ന് പറയും. എവിടെയെങ്കിലും സിനിമയ്ക്ക് പോണെങ്കിൽ വരാന്ന് പറഞ്ഞപ്പോ കൂടെ ഫ്രണ്ട്സ് കാണും. നമുക്ക് ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകണം എന്നൊരു ആഗ്രഹമാണ്. വരാമെന്ന് പറയും, പക്ഷെ വരികയില്ല. ഇപ്പൊ ഒരു 2-3 ദിവസം മുന്നേ ഞാനൊരു വോയിസ് മെസ്സേജ് ഞാൻ അദ്ദേഹത്തിന് അയച്ചു. അതായത് എന്നെ ഒരു പത്രക്കാരൻ ചോദിക്കുന്നു, മേനക സുരേഷ് ഏട്ടനെ കുറിച്ച് 2 വാക്ക്, അദ്ദേഹം എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഞാൻ എന്താ പറയുന്നുള്ളതിന്റെ ആൻസറാണ്. അങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചു. ഞാൻ തന്നെ പത്രക്കാരിയായിട്ടും ഞാൻ തന്നെ ഒരു ആൻസർ പറയുന്നത് പോലെ സുരേഷ് കുമാർ ചേട്ടനെ കുറിച്ച്. അപ്പൊ ചേച്ചി ചേട്ടനെ കുറിച്ച്, ചേട്ടന്റെ ഒരു കറക്ഷനെ കുറിച്ച് എന്താണ്? ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. സുരേഷ് ഏട്ടാ, വരുന്ന 23-ാം തീയതി നമുക്ക് ഊട്ടിയിൽ പോവാമോ? നമുക്ക് അങ്ങനെ 2 പേരും കൂടെ ഒന്ന് പോയിട്ട് വരാമോ? പിന്നെ അടുത്തൊരു അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കും. സുരേഷ് ഏട്ടൻ പേപ്പർ വായിക്കുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ ആണ് പേപ്പർ വായിക്കുന്നത്. കാരണം എനിക്ക് സുരേഷ് ഏട്ടൻ പേപ്പർ എപ്പോഴും പേപ്പർ വായിക്കുമ്പോ എന്റെ കീർത്തി മോള് പറയും, അച്ഛ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്നെ ആരെങ്കിലും ഒന്ന് റേപ്പ് ചെയ്താൽ പോലും അച്ഛനെ അറിയില്ലല്ലോ. അങ്ങനെ ചോദിക്കും. അപ്പം പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ പോയി പറഞ്ഞു, സുരേഷ് ഏട്ടൻ ഇങ്ങനെ പറയാം. അപ്പൊ ആദ്യത്തെ ഇത് നോക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും പേപ്പർ വായിക്കും. അതന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആലോചിക്കട്ടെ അടുത്തത്. പിന്നെ ഞാൻ പറയും, ചേട്ടാ 23 ആലോചിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയും. അപ്പൊ എന്റെ വിചാരം ശരി, നടക്കും എന്നുള്ളൊരു ധാരണയിലിരിക്കും. അത് കഴിഞ്ഞ് 23-ാം തീയതിക്ക് പ്രീവിയസ് ഡേ 22-ാം, ചേട്ടാ നാളെ എപ്പോഴാണ് നമ്മൾ പോകേണ്ടത്, എന്താ പോകേണ്ടത്, എങ്ങനെയാണ്? നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ ഞാൻ കോട്ടയത്ത് പോകും കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് ഒരു പ്രോഗ്രാം കമ്മിറ്റഡ് ആണ്. ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ 23 നമുക്ക് ഒരുമിച്ച് പോവാം, അതൊന്ന് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പം ഇത് നേരത്തെ കമ്മിറ്റഡ് ആണ്, ഇപ്പൊ ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. എന്നാ പിന്നെ ഞാൻ ചോദിക്കുമ്പോ എന്ത് ചെയ്യായിരുന്നു, പറഞ്ഞുകൂടെ എനിക്ക് നേരത്തെ കമ്മിറ്റഡ് ആണ്, അപ്പൊ അങ്ങനെ ഞാൻ മാറ്റുമായിരുന്നില്ല. അതെന്താ പറയാ? അപ്പൊ എനിക്ക് ആലോചിച്ചില്ല. സോ എനിവേ, അദ്ദേഹത്തിന്റെ കാര്യം സാധിക്കും, എന്റെ കാര്യം നടക്കൂല. ഇതിനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഞാൻ വെറുതെ റൂമിൽ പോയി പേപ്പർ വാങ്ങിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കും, വഴക്കിടും, എല്ലാം പറയും. ദിസ് ഇസ് മൈ ലൈഫ്. ഇങ്ങനെയാണ്. പക്ഷെ ആദ്യം മുതൽ ഇങ്ങനെ തന്നെ പേരൊക്കെ വളരെ സ്നേഹപുരസ്സരം വാത്സല്യത്തോടെ പപ്പി എന്ന് വിളിക്കും. അതൊക്കെ ഉണ്ട്. അത് അന്നും ഇന്നും ഒരുപോലെ വിളിക്കുമല്ലോ. മനഃപൂർവ്വം അല്ല, പക്ഷെ അദ്ദേഹം അങ്ങനെയാണ്. പക്ഷെ എനിക്കത് ഇഷ്ടവും കൂടെയാണ്. അങ്ങനെ എനിക്കറിയാവുന്ന സുരേഷ് കുമാർ എന്ന് പറഞ്ഞാല് മുട കാണിക്കുന്നവനോട് മുട കാണിക്കും, പറയേണ്ടവനോട് പറയും. അതെ, പണ്ട് നെല്ലിപ്പല ആദ്യമേ ഓടിക്കും. അതെ, പണ്ട് എനിക്ക് തോന്നുന്നു ഏത് പടമാണ്, പൂച്ചയ്ക്ക് ഒരു മുക്കുത്തിയാണെന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. അമൃത ഹോട്ടൽ ഉണ്ടല്ലോ തിരുവനന്തപുരം, അവിടെ വെച്ച് എന്നെ ആരോ എന്താ കൈകേറി പിടിച്ചെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഉടനെ അടിക്കുകയും പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. അതൊന്നുമില്ല. പിന്നെ ശങ്കരാടി അമ്മ താഴത്തെ ബാറിൽ ആഹാരം ഇത് മറ്റേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വഴക്കായി ഇടിച്ച് അവിടുത്തെ കണ്ണാടി പൊട്ടിച്ചു. ശങ്കരാടി അമ്മൻ അറിയാതെ ആ കണ്ണാടിയുടെ പുറകിലേക്ക് അങ്ങ് വീഴുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വലിയ വീക്ക്നെസ് ആയിട്ട് പോലും മേനക പക്ഷേ ഒരു ആഗ്രഹം പലയിടത്തായിട്ട് പറഞ്ഞത് ഞാൻ കേട്ടു. അതായത് ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയി ഇന്റർവെൽ വരുമ്പോൾ ഒരു പോപ്കോൺ പോലും എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. ഞാൻ പറയാം, അതായത് എനിക്ക് വേണ്ടി സുരേഷ് ഏട്ടൻ താഴെ വരെ പോയി കുറച്ച് പോപ്കോൺ വാങ്ങിച്ചോണ്ട് വന്നു എന്ന് പറയുമ്പോ എനിക്കൊരു ഭയങ്കര ഗമയാണ്. പക്ഷെ പുള്ളി കൂലിക്ക് ആളെ നിർത്തി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. അത് തന്നെ ആരെങ്കിലും ഒരാൾ പോയി വാങ്ങിച്ചോണ്ട് വന്ന് തരും. എന്താ ആര് വാങ്ങിച്ചാലും പോപ്കോൺ തിന്നാ പോരെ എന്നാ പറയുന്നത്. അതാണ് അദ്ദേഹത്തിന് എടുത്താൽ എനിക്ക് പോപ്കോൺ വാങ്ങിച്ചു കൊടുത്തു. പുള്ളിക്ക് സ്നേഹം കൂടിയ പപ്പി എന്നുള്ളതിനെ പപ്പി കുട്ടി എന്ന് വിളിക്കൂ. അയ്യോ, അതൊന്നുമില്ല. പപ്പിയിൽ വെച്ച് നിർത്തുമല്ലേ, അതിനപ്പുറത്തോട്ട് പോകത്തില്ലല്ലേ. ഈവൻ എടിന്ന് പോലും കൂടുതൽ വിളിക്കില്ല. അങ്ങനൊന്നും മാത്രമല്ല, ഈ ചില ആൾക്കാർ പറയുന്നത് സുരേഷ് കുമാറിനോട് അടുക്കും തോറും മനസ്സിലാകാത്ത പ്രതിഭാസ പുള്ളി എന്നാ പറയുന്നത് ചില ആൾക്കാർ. പക്ഷെ കൂട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളല്ലേ. കൂട്ടുകാരോട് ഞാൻ പലപ്പോഴും പറയും, ഞാൻ കല്യാണം കഴിക്കുന്ന പകരം കൂട്ടുകാരായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഞാൻ നിങ്ങളുടെ ഏതെങ്കിലും ഒരുപാട് സ്നേഹമായ പോയി.